ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഓട്സ് ഊത്തപ്പം. ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്തിരിക്കുന്നത് ഓണിയൻ ചട്നിയാണ്. വേണമെങ്കിൽ സാമ്പാറോ അല്ല വേറെ ഏതെങ്കിലും ചട്നിയും കൂട്ടി കഴിക്കാം. അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഊത്തപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ ഓട്സ് ഊത്തപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാന് വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണിത്. ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ മാറ്റി വെക്കാം. സെയിം പാനിലേക്ക് തന്നെ 1/2 ഗ്ലാസ് റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് റോസ്റ്റ് ചെയ്തിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് കട്ട തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ഫോർക്ക് വെച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കവർ ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് ആവശ്യം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത്, ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കം, പകുതി തക്കാളി, പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരു പാന് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണേൽ എടുക്കാം. ഞാൻ എടുത്ത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. ഞാൻ കുറച്ചൊരു ഗീ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല ഓയിൽ വേണമെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.